നമസ്കാരം. യു കെയിലേക്കുള്ള ആളുകളുടെ വരവ് കുറച്ച് കുറഞ്ഞ മട്ടാണ്, അല്ലെങ്കിൽ നിലച്ച മട്ടാണ്. കാരണം നിരവധി നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്ന് ജർമ്മനിയിലേക്കാണ് ആളുകൾ പോയി കാണുന്നത്. നിരവധി ആളുകളാണ് ജർമ്മനിയിലേക്ക് പഠിക്കുവാനും ജോലിക്കും മറ്റേ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജർമ്മനിയെക്കുറിച്ച് അധികം പറയാൻ എനിക്കറിയില്ല, കാരണം എനിക്ക് ജർമ്മനിയെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ ജർമ്മനിയെക്കുറിച്ച് ധാരണയുള്ള ഒരാൾ നമ്മളോടൊപ്പം വന്നിരിപ്പുണ്ട്. നിമിഷ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജർമ്മനിയിലാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അബുദാബി എയർപോർട്ടിലാണ്. ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കാരണം സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ദയവായി ക്ഷമിക്കുക. അപ്പോൾ നിമിഷയോട് നമുക്ക് ജർമ്മനിയിലെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജർമ്മനിയിൽ എവിടെയാണ്? ജർമ്മനിയില് വോംസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഒരു 1 hour ട്രാവൽ. ഓക്കെ. ഇനിയിപ്പോൾ ജർമ്മനിയിലേക്ക് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് വിസയിൽ ഒരാൾ വരാനിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജർമ്മനിയിലേക്ക് സ്റ്റുഡൻറ് വിസ വരുന്നൊരു കാര്യമുണ്ടോ, അല്ലെ വരുന്നത് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റുഡൻറ്റ് ഇപ്പം ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ അന്നേരം ഞാൻ ഓർക്കുമായിരുന്നു, ഓക്കെ ഡിഗ്രി കഴിഞ്ഞിട്ട് പുറത്തു പോവാം, അപ്പം നമുക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് ഞാൻ കണ്ടെത്തിയ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം നാട്ടിലാണെങ്കിൽ നമ്മൾ പഠിക്കുക എന്നുള്ള സമയത്ത് പഠിത്തം മാത്രമേ ഉള്ളൂ. നമുക്ക് പാരൻസ് ആണ് നമുക്ക് ഇങ്ങനെ നമ്മൾ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പം ജർമ്മനിയിൽ ഇപ്പം ജർമ്മനി മാത്രമല്ല, ഇപ്പം ഏത് ഫോറിൻ കൺട്രി പോയാലും സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അവർക്ക് പഠിക്കുകയും ചെയ്യാം, പാർട്ട് ടൈമും ചെയ്ത് അവർക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാം. അപ്പം അതായിരുന്നു എൻ്റെ മനസ്സിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പം അതുകൊണ്ട് എങ്ങനെയും പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പം വീട്ടിൽ പറഞ്ഞ് പ്രഷർ ചെയ്ത് അങ്ങനെ പോകുന്നതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി, റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ ഡിഫറെൻറ്റാണ്. നമ്മളിപ്പം ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇൻസ്റ്റയിൽ കാണുന്ന റീൽസ് അല്ലെങ്കിൽ അവരുടെ പോസ്റ്റ്, ഇതൊക്കെ കാണുമ്പോൾ അതൊന്നും അല്ല നമ്മുടെ ലൈഫ്. ശരിക്കും ഞാനും അങ്ങനെയാണ് ഇപ്പം. കാരണം അവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും സ്ട്രെസ്സാണ്. നമുക്ക് ഫാമിലി ഇല്ല അടുത്ത സപ്പോർട്ടിന്. അപ്പം ആകെ കിട്ടുന്ന ചിലപ്പോൾ ഇൻസ്റ്റയിൽ എടുത്ത പോസ്റ്റിൻ്റെ ലൈക്ക്, അതൊക്കെ സന്തോഷമായിട്ട് കിട്ടുന്നുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളത് ഇടുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇൻസ്റ്റയിലൊക്കെ എന്തെങ്കിലും റീലൊക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ റിയാലിറ്റിയും കൂടി ചെയ്യണമെന്നാണ്. കാരണം എന്നാലാണ് മനുഷ്യർക്ക് മനസ്സിലാവത്തുള്ളൂ. ഇവിടെ ശരിക്കും സ്വർഗ്ഗമല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലേക്കാളും കഷ്ടപ്പാടാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ. നരകമാണ്, നാട് തന്നെയാണ് സ്വർഗം എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല, ഇതിന് കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു കോയിൻ ആകുമ്പോൾ 2 സൈഡ് ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഇപ്പം നാട്ടിലാവുമ്പം നമുക്ക് ഇപ്പം ആരെയും നമുക്കവിടെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കാരണം നാട്ടിലേയും നമുക്കറിയാം അൺഎംപ്ലോയ്മെൻറ്റ് ഇത് കൂടുകയാണ്. പക്ഷേ ഇപ്പം എനിക്കറിയാവുന്ന കുറേ പേരുണ്ട്, ഇപ്പം നല്ല ജോലി കളഞ്ഞിട്ട് ഇപ്പം പുറത്തേക്ക് വന്ന് കൂടുതൽ അവരുടെ പല ഇതായിരിക്കാം. ചിലർക്ക് ഒരു നല്ല ഇംപ്രൂവ്ഡ് എഡ്യൂക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ അവരുടെ വേറെ കുറച്ചുകൂടെ നല്ല ഏർണിങ്സ് ആയിരിക്കാം. പക്ഷേ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കിപ്പോൾ നാട്ടിലൊരു 50 കിട്ടിയാലും ഞാൻ ആ ഒരു ജോലി ചെയ്യാൻ റെഡിയാണ് നാട്ടിൽ. ഞാൻ അതുകൊണ്ട് സ്റ്റഡീസാണ് ഇപ്പം ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തത്. പൂർത്തിയാക്കിയിട്ട് മേ ബി ചിലപ്പം നാട്ടിൽ സെറ്റിൽ ആവാനാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച്. ഓക്കെ. അപ്പം നാട്ടിൽ നിന്ന് ഇപ്പം നമുക്ക് ജർമ്മനിലേക്ക് പഠിക്കാണ്ട് വന്നെങ്കിൽ വരുന്നതുകൊണ്ട് പ്രയോജനമുണ്ട്. പ്രശ്നം വല്ലതും കയറി വരുന്നതുകൊണ്ട് പ്രയോജനം. പഠിക്കാതെയോ? അങ്ങനെ വരണമെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടത് ഇപ്പം ജർമ്മനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ? ഇപ്പം എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഡിഗ്രി പഠിക്കുക, ഇപ്പം +2 കഴിഞ്ഞിട്ട് പിള്ളേർ ഡിഗ്രി പഠിക്കാൻ വരുന്നവരാണേലും, ഇപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് PG ചെയ്യാൻ വന്നതാണ്. ഇപ്പോൾ റിസർച്ചിനാണേലും നമുക്ക് ജർമ്മനിയിൽ ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്, ജർമ്മൻ യൂണിവേഴ്സിറ്റീസും ഉണ്ട്. ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റീസിൽ എൻട്രി എന്ന് പറയുന്നത് IELTS വെച്ചിട്ടാണ്, IELTSൻ്റെ സ്കോർ വെച്ചിട്ടാണ്. അവിടെ നമുക്ക് ജർമ്മൻ വേണമെന്നില്ല, നിർബന്ധമില്ല. ജർമ്മൻ യൂണിവേഴ്സിറ്റീസ് ആകുമ്പോൾ അവിടെ നമുക്ക് അവർ ആ യൂണിവേഴ്സിറ്റീസിലെ ആൾക്കാർ പറയുന്ന പോലെ ചിലപ്പോൾ A1 വേണമായിരിക്കും, അല്ലെങ്കിൽ A1 ഒന്നും നമുക്ക് എന്താണേലും പറ്റത്തില്ല. അവർ ചിലപ്പോൾ A1 ആയിരിക്കും പറയുന്നത്, പക്ഷെ നമുക്ക് നല്ല ഫ്ലുവൻ്റ് ആയിരിക്കണമല്ലോ. കാരണം A1 കിട്ടണമെങ്കിലല്ല, ഇപ്പം ജർമ്മൻ യൂണിവേഴ്സിറ്റീസിൽ നമുക്കിപ്പം ഒരു അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇപ്പം അവർ ചിലപ്പോൾ പറയുന്നത് A1 A2 ലെവൽ മതി എന്നായിരിക്കും. പക്ഷേ നമ്മളവിടെ പഠിക്കാൻ പോകുന്നത് ജർമ്മൻ ലാംഗ്വേജിലാണല്ലോ. അപ്പം അതുകൊണ്ട് കാര്യമില്ല നമ്മളങ്ങനെ. അപ്പം ഒരു B2 എങ്കിലും, നാട്ടിലെ B2 എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ജർമ്മനിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നുമല്ലെന്ന്.
നമ്മൾ അവരോട് സംസാരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ശരിക്കും അതിന് ശരിക്കും ഒരു A1 A2 ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ജർമ്മനിയിൽ എന്ന് പറയുമ്പോൾ തന്നെ 2 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാനെന്ന് പറയുന്നത് ഞാൻ IELTS കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിക്കുന്നത്, ഇംഗ്ലീഷിലാണ് അവർ പഠിപ്പിക്കുന്നത്. പക്ഷേ ഞാനാണെങ്കിൽ എൻ്റെ IELTS കഴിഞ്ഞിട്ട് കുറച്ച് നാൾ IELTS ട്രെയിൻ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ A1 A2 നാട്ടിൽ നിന്ന് പഠിച്ചു വന്നിട്ട് എനിക്ക് B1 B2 കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല അവിടെ. കാരണം നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ മാത്രം നമുക്ക് ഇംഗ്ലീഷ് കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ പുറത്തുനിന്ന് പറയുന്നത് ഇപ്പോൾ ഈവൻ ഒരു കടയിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈമിന് ചെല്ലുമ്പോൾ പോലും അവർ പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം നമ്മുടെ കളീഗ്സിനോടും നമ്മുടെ കസ്റ്റമേഴ്സിനോടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എങ്ങനെയും ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ കുറേ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ നല്ല റേറ്റാണ് നമുക്ക്. ഒന്നാമത് നമുക്കിപ്പോൾ ചിലപ്പം 1000 സംതിങ് ഒക്കെയാണ് ഞാൻ അന്വേഷിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഇതിൽ ഒറ്റയടിക്ക് നമുക്ക് ആ എമൗണ്ട് പേ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ B1 ജസ്റ്റ് ഓൺലൈനായിട്ട് ചെയ്തു. എന്നിട്ട് ഇപ്പം ഞാൻ B2 പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷിലാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ പാർട്ട് ടൈമിൻ്റെ കേസിൽ മാത്രമല്ല, നമുക്കിപ്പം ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഇപ്പം ഒരു ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് സ്റ്റുഡൻറ്റ് പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിലോ ഒക്കെ ജർമ്മൻ വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, സ്റ്റേ ബാക്ക് കഴിഞ്ഞു, ഇപ്പം ജോലി കിട്ടി, ഇപ്പോൾ വർക്ക് വിസ ആയെങ്കിൽ പോലും നമുക്ക് PR കിട്ടണമെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് B2 ലെവൽ പാസ്സാണ്. എൻ്റെ ഒരു കസിൻ ചേച്ചി അങ്ങനെയാണ്. നാട്ടിൽ നിന്ന് ഓൾറെഡി പുള്ളിക്കാരി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ട്രിവാൻഡ്രത്ത്. ജർമ്മനിയിൽ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ട്രിവാൻഡ്രത്ത് നിന്ന് ജർമ്മനിയിലേക്ക് കൊണ്ടാക്കി, മീൻസ് അങ്ങോട്ടേക്കാക്കി പ്രൊമോഷനോടെ സംതിങ്. അപ്പം ചേച്ചി ഇവിടെ 3 വർഷം വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് PR കിട്ടണമെങ്കിൽ പോലും സ്പൗസ് മീൻസ് ഫാമിലി ഇവിടെ വന്നു, പക്ഷേ PR കിട്ടണമെങ്കിൽ ചേച്ചി ഇപ്പോൾ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം B2 പാസ്സാവണം. ഓക്കെ. ഇപ്പോൾ 1000 എന്തോ ഫീസിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഇത് €1000 അത്രയൊക്കെ ഉള്ള ഫീസുള്ളൂ. അത് ഫീസിൻ്റെ കാര്യം എങ്ങനെ ഇപ്പോൾ പഠിക്കാൻ പറ്റണമെങ്കിൽ? അത് പല റേറ്റാണ്. ഇപ്പം ഞാൻ അന്വേഷിച്ച മീൻസ് ലാംഗ്വേജ് ഫുള്ളാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പം അല്ല, ഇപ്പോൾ നോർമൽ സ്റ്റുഡൻസിന് വേണ്ടി നോർമൽ സ്റ്റുഡൻറ്റ് നാട്ടിൽ നിന്ന് ഒരാൾക്ക് ഏതൊക്കെ കോഴ്സുകൾ വരാൻ സാധിക്കുന്നത്, അത് വന്നാൽ സാധ്യതയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഫീസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് പൊതുവെ? ലാംഗ്വേജിൻ്റെ അല്ലാതെ ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അതാണ് ഇപ്പോഴും നല്ലത്. പക്ഷേ ജർമ്മൻ ലാംഗ്വേജ് എന്തായാലും വേണം പഠിച്ചിരിക്കണം അവിടെ നിൽക്കണമെങ്കിൽ. അവിടെ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് വേണം. B2 ലെവലിൽ തന്നെ കിട്ടണം. മീൻസ് ഇപ്പം നമുക്ക് ചില ജോലികൾക്ക് അവർ സർട്ടിഫിക്കറ്റ് ചോദിക്കും. നമ്മുടെ B2 പാസ്സായോ അല്ലെങ്കിൽ ഏതെങ്കിലും ലെവൽ. നമുക്ക് ചുമ്മാ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലല്ല, ഇപ്പം ഗോയിത്തയുണ്ട്, ടെൽക്കുണ്ട്, അത് രണ്ടുമാണ് മെയിനായിട്ട് അവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇപ്പം ചില ജോലികൾക്ക് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ എക്സാം പാസ്സായിട്ടുണ്ടോ, ലാംഗ്വേജിൻ്റെ നമുക്ക് പ്രൂഫ് കാണിക്കാൻ പറയും. അപ്പോൾ ആ കേസിൽ ലാംഗ്വേജ് വേണം. അല്ലാതെ നാട്ടിൽ നിന്ന് ഇപ്പം B2 പഠിച്ചിട്ട് വന്നാൽ അത്യാവശ്യം ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പാർട്ട് ടൈം ഒക്കെ കിട്ടാൻ വലിയ കുഴപ്പമൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല. സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും അവർ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു +2 കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് അവൾ പഠിക്കാൻ ജർമ്മനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് സാധ്യമാണോ? അതിനുള്ള ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു രീതി? ഓക്കെ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ന്യൂസിലൻഡും കാനഡ അങ്ങനെയുള്ള രാജ്യങ്ങളായിരുന്നു. ജർമ്മനി എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷനായിരുന്നു. പക്ഷെ ഉള്ളതിൽ ബെറ്റർ ഓപ്ഷൻ എന്നെ സംബന്ധിച്ച് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ജർമ്മനിയായി. കാരണം നമുക്കിപ്പോൾ കാനഡയിലാണേലും ന്യൂസിലൻഡിലാണേലും നമുക്ക് ഫീ പേയ്മെൻ്റ് ഉണ്ട്. പക്ഷേ ജർമ്മനീനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഫീസ് ഇല്ല. നമുക്ക് ആകെ വരുന്ന ഇപ്പം ഞാൻ ലോൺ എടുത്തിട്ട് തന്നെ വന്നേ, പക്ഷേ ആ ലോൺ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ഉണ്ട്. നമുക്ക് വിസയ്ക്ക് വെക്കുമ്പോഴത്തേനും നമുക്ക് ജർമ്മനിയിൽ ഇപ്പോൾ 1 വർഷത്തേക്ക് ഇവിടെ ജീവിക്കാനുള്ള പൈസ നമ്മൾ കാണിക്കണമായിരുന്നു. അപ്പം അത് ഇവരുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 900 സംതിങ് ആണ് നമ്മുടെ ഒരു മാസത്തെ ചിലവെന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. 900 സംതിങ് യൂറോ. അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ 11,000 സംതിങ് ആണ് ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് ബ്ലോക്ക് കാണിച്ചത്. ആ ഒരു 10 ലക്ഷം എന്ന് പറയുന്നത് നമ്മൾ ബ്ലോക്ക് കാണിക്കും. എന്നിട്ട് വിസ നമുക്ക് കിട്ടി, നമ്മൾ ജർമ്മനിയിലേക്ക് കയറി വന്നിട്ട് അതൊരു സെപ്പറേറ്റ് ബ്ലോക്ക് അക്കൗണ്ടാണ്. എന്നിട്ട് ജർമ്മനി വന്നു കഴിഞ്ഞ് നമ്മൾ പുതിയൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കും. എന്നിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഓരോ മാസം നമുക്ക് ഒന്നിച്ച് വിഡ്രോ ചെയ്യത്തില്ല.
നമുക്ക് ഓരോ മാസവും നാട്ടിലത്തെ ഈ പൈസ ഇങ്ങോട്ട് മാറ്റും. നാട്ടിലെ പൈസ നമ്മൾ ഓൾറെഡി ബ്ലോക്കിലേക്ക് ഇട്ടു. ഓൾറെഡി എന്നിട്ട് ആ ഒരു ഡോക്യുമെന്റ് ആണ് നമ്മൾ വിസയ്ക്ക് വെച്ചേക്കുന്നത്. നമുക്ക് എക്സ്പെൻസ് ഉണ്ട്. ജർമ്മനി കൊണ്ടുവന്ന പൈസ. അപ്പൊ നമുക്ക് നാട്ടിൽ വെറുതെ കാണിച്ചാൽ പോരാ. ഇല്ല, നമ്മൾ പേരൻസിന്റെ അക്കൗണ്ടിലൊന്നും അല്ല കാണിക്കണം, നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. അത് നമുക്ക് ഇവിടെ ജീവിക്കാനായിട്ടുള്ള എല്ലാം ഉണ്ടെന്ന് കാണിക്കാം. കാരണം ഒരു വർഷത്തേക്ക് ഇപ്പൊ നമുക്ക് പാർട്ട് ടൈം കിട്ടിയില്ലെങ്കിലോ അത് നമ്മൾ കാണിക്കണമല്ലോ. നമ്മൾ വന്ന ഉടനെ നമുക്ക് പാർട്ട് ടൈം ഒന്നും സെറ്റ് ആവില്ലല്ലോ. എനിക്കാണെങ്കിൽ ഓൾറെഡി നമ്മൾ ആ എമൗണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പം ഇങ്ങനെ ഓരോ മാസം 900 സംതിങ് വരുന്നുണ്ട്. ഇപ്പം എനിക്ക് ഒരു മാസം കഴിഞ്ഞ് പാർട്ട് ടൈം കിട്ടിയായിരുന്നു. അപ്പോൾ ആ കേസിൽ നമുക്കിപ്പം ഈ 10 ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നഷ്ടമായിട്ട് വരത്തില്ല. കാരണം ഈ നമുക്ക് 900 വരുന്നത് വേറൊരു ചിലവും ഇല്ല എങ്കിൽ നമ്മുടെ പാർട്ട് ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം ചിലവ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നാട്ടിലേക്ക് തിരിച്ചയച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ 10 ലക്ഷം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുന്നവരുണ്ട്. കാരണം ഇപ്പം പാർട്ട് ടൈം കിട്ടാത്തവരും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ എമൗണ്ട് എടുത്ത് നമുക്ക് ഒരു വർഷം ചിലപ്പോൾ ജീവിക്കേണ്ടി വരും. അപ്പം ജർമ്മനിയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? കാരണം ഇപ്പോൾ ഒത്തിരി മാറിയ സാഹചര്യങ്ങളിലൊക്കെ അത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ ജർമ്മനിയിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. പക്ഷേ എന്നാലും എല്ലാവരും തന്നെ പറയുന്നത് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ, കാരണം ഒരു തെറ്റിദ്ധാരണ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ +2 കഴിഞ്ഞിട്ടാണേലും ഡിഗ്രി കഴിഞ്ഞിട്ടാണേലും എല്ലാവരും IELTS പഠിച്ചിട്ട് വരും. ജർമ്മൻ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. അപ്പം ജർമ്മനിയിൽ എത്തുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ലാംഗ്വേജിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ലാംഗ്വേജ് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പാർട്ട് ടൈം കിട്ടാനായിട്ട് കുറേ സ്ട്രഗിൾ ചെയ്യും. ഇപ്പം നോർമലി ജർമ്മനിയിൽ ഞങ്ങളുടെ ഇടയിൽ എല്ലാവരും പറയുന്നുണ്ട് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. കാരണം PG ചെയ്യുന്നവരും ഡിഗ്രി ചെയ്യുന്നവരും കാരണം ലാംഗ്വേജ് വേണം എന്ന് അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണോ അതോ അത് നെഗ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് കുറച്ച് പേരിങ്ങനെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു +2 കഴിഞ്ഞ ഒരാൾക്ക് ഒരു നഴ്സിംഗ് പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പി പഠിക്കാൻ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് ജർമ്മനിയിലേക്ക് വരുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിബിലിറ്റീസ്, ഫീസ്, കാര്യങ്ങളൊക്കെ? അതിൻ്റെ ഇതിൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ, +2 കഴിഞ്ഞാൽ നേരെ യൂറോപ്പിലേക്ക് പോകാന്നുള്ള ട്രെൻഡ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ജർമ്മനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രയോജനമുണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോമൺ ആണ്. കാരണം +2 കഴിയുന്നത് എല്ലാവരും ഇപ്പം ആ കേസിൽ +2 കഴിയുന്നത് കുട്ടികൾ എനിക്ക് തോന്നുന്നത് നേരെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് A1 A2 B1 B2 പഠിക്കുന്നു, പാസ്സാവുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ പാസ്സായി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പം നഴ്സിംഗ് ആണെങ്കിൽ ഇപ്പം അതിനെ നമ്മൾ ഈ ജർമ്മനിയിൽ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയും. അപ്പം നഴ്സിംഗ് മാത്രമല്ല, നഴ്സിംഗ് ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്, ഇപ്പോൾ പറയുന്ന പോലെ മെക്കാനിക്കൽ സംതിങ് റിലേറ്റഡ് പല കോഴ്സുകളുണ്ട്. അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ജോബുകളും ഇങ്ങനെയുള്ള ഡിപ്ലോമ കോഴ്സുകൾ പാസ്സായിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഇൻ്റർനാഷണൽസ് ആണ് കൂടുതൽ ഇങ്ങനെ ഡിഗ്രിയും PG ഒക്കെ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവിടുത്തെ ആൾക്കാർ എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലാണേലും അവിടെ ഇപ്പോൾ ക്യാഷ്വലായിട്ട് നിൽക്കണേലും അതും ഹൗസ് ബിൽഡിങ്ങാണ്. അതും ഒരു ഡിപ്ലോമ കോഴ്സ്. അത് പാസ്സായാലും നമുക്ക് അവിടെ നിൽക്കത്തുള്ളൂ ക്യാഷ്വലായിട്ട്. ഇപ്പം ഈ കുട്ടികൾ ഇങ്ങനെ പാസ്സായി കഴിഞ്ഞിട്ട് നമുക്കിപ്പം നാട്ടിലാണെങ്കിൽ നാട്ടിൽ, ഇപ്പം ജർമ്മനിയിൽ വന്നിട്ടാണേലും നമുക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണോ അവിടെ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. എവിടെയാണോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ അതോറിറ്റീസ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും. അങ്ങനെ നമ്മൾ സെലക്ട് ആയാൽ നമുക്കിപ്പോൾ നഴ്സിംഗ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ചെയ്യാം. നഴ്സിംഗ് എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇപ്പോൾ ഇതുപോലെ ഹൗസ് ബിൽഡിംഗ് കോഴ്സുകളെല്ലാം നമുക്ക് ഫീ ഇല്ല, നമുക്ക് ചിലവില്ല അധികം. ഈ നഴ്സിംഗ് പഠിക്കുന്നതിന് പൈസ വേണ്ട? ഇല്ല. നമുക്ക് 10 ലക്ഷം കാണിക്കണമെങ്കിൽ അവർക്ക് യാതൊരു ചിലവും ഇല്ല. വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് സംതിങ്, ഇനി ഏജൻസി വഴിയാണെങ്കിൽ ഏജൻസിയുടെ ഫീ, അത് മാത്രമേ ഉള്ളൂ. ഒരു നഴ്സിംഗ് പഠിക്കാൻ ജർമ്മനിലേക്ക് വരുവാണെങ്കിൽ ഈ 10 ലക്ഷം പോലും കാണിക്കണ്ട? വേണ്ട. അവർക്ക് ജീവിത ചെലവിൻ്റെ ആവശ്യമില്ല. കാരണം അവർ പഠിക്കുന്നതിനെ കൂടെ അവർക്ക് ഇങ്ങനെ സാലറി പോലെ പേയ്മെന്റ് കിട്ടുന്നുണ്ട് എല്ലാ മാസവും. ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ വരുവാണെങ്കിൽ അവർക്ക് മാസം പൈസ ഇങ്ങോട്ട് കിട്ടും. മാസം ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാ. പ്രത്യേകം ശ്രദ്ധിച്ചോളാം കേട്ടോ. പൈസ ഇങ്ങോട്ട് കിട്ടും, 5 പൈസ ചിലവില്ല. ജർമ്മനി വന്ന നേഴ്സിംഗ് എന്ത് കോഴ്സും പഠിക്കാം +2 കഴിഞ്ഞാൽ. പക്ഷേ ഇതുണ്ട്, ഫ്ലൈറ്റ് ചാർജും ഏജൻസി ഉണ്ടെങ്കിൽ ഏജൻസിയുടെ ചാർജ്. എൻ്റെ കസിൻ അവൾ എനിക്ക് തോന്നുന്നത് കോവിഡിൻ്റെ ടൈമിലായിരുന്നു പുള്ളിക്കാരി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നത് അവൾ പാസ്സായി. ജർമ്മനിയിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം അവൾ വന്നത് ഒരു ഈ റെഡ് ക്രോസിൻ്റെ ഒരു സർവീസ്. ഇപ്പം നമുക്ക് അവൾക്ക് യൂണിവേഴ്സിറ്റി ചേരാൻ വേണ്ടിയിട്ട് 1 വർഷം എടുത്തു. ആ 1 വർഷത്തിന് വന്നു കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് അവൾ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തത്. അപ്പം ആ 1 വർഷത്തിനുള്ളിൽ അവളൊരു സർവീസ് പോലെ ചെയ്തു. അതെന്ന് പറയുന്നത് ഹൗസ് ബിൽഡിംഗ് അല്ല.
അത് നമുക്ക് പൈസ കിട്ടും, പക്ഷേ ഈ നഴ്സിംഗ് പോലെ നമുക്കൊരു പേയ്മെൻറ്റ് കിട്ടത്തില്ല. ഓക്കെ ജസ്റ്റ് ഒരു സർവീസ് പോലെ. എനിക്ക് തോന്നുന്നത് €400 സംതിങ് ആയിരുന്നു. ഓക്കെ. പക്ഷെ അവർക്ക് അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടി. ഇപ്പം അവൾ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഒരു ഇപ്പം നഴ്സിംഗ് മാത്രമല്ല കേട്ടോ, പല ഹൗസ് ബിൽഡിംഗ് ഉണ്ട്. ഞാൻ നഴ്സിംഗ് മാത്രം പ്രൊമോട്ട് ചെയ്യത്തില്ല, കാരണം എനിക്ക് തോന്നുന്നു നാട്ടിലെല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ളൊരു സംഭവം നഴ്സിംഗ് മാത്രമേ അറിയത്തുള്ളൂ. പല ഫീൽഡുണ്ട്, ഹോട്ടൽ മാനേജ്മെൻ്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ന്യൂട്രീഷനിസ്റ്റോ അങ്ങനെ എന്തോ പല സംഭവങ്ങളുണ്ട്. അതല്ല, അപ്പോൾ അവിടെ എനിക്ക് ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാവരും നഴ്സുമാരെ പ്രൊമോട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനൊരു സാധ്യത എന്ന് പറയുന്നത്, ഇപ്പോൾ UK ആണെങ്കിൽ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു വർക്ക് പെർമിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നഴ്സിംഗ് കൂടുതൽ പറയുന്നത്. ജർമ്മനിയിൽ ഇപ്പോൾ ബാക്കി എന്ത് കോഴ്സ് ചെയ്താലും, അല്ലെങ്കിൽ ജർമ്മനിയിൽ നമ്മൾക്ക് അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളൊരു കോഴ്സ് ചെയ്യുക, എന്നുവെച്ചാൽ ആ ഫീൽഡിൽ തന്നെ ജോലി കിട്ടുക, വർക്ക് പെർമിറ്റ് കിട്ടുക, അവിടെ സെറ്റിൽ ആകുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം അങ്ങനെ അതിന് സാധ്യതയുള്ള കോഴ്സുകൾ ഇപ്പോൾ നിലവിൽ എന്താ നിമിഷ അഭിപ്രായമല്ല, അത് ഒരിക്കലും ഒരു ഉറപ്പല്ല ഈ കോഴ്സ് ചെയ്താൽ ഉറപ്പായിട്ടും ജോലി കിട്ടും, അല്ല അങ്ങനെ നമുക്ക് യാതൊരു ഉറപ്പും ആർക്കും പറയാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിന് സാധ്യതയുള്ള കോഴ്സുകൾ, ഞാൻ അതുകൊണ്ടാണ് നേഴ്സിങ്ങിൻ്റെ കാര്യം എല്ലാവരും പറയുന്നത്. ഓക്കെ, ഞാൻ കമ്പയർ ചെയ്ത് പറയാം. ഞങ്ങളുടെ കേസിലാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് റിസ്ക് കഴിഞ്ഞത് കിടപ്പുണ്ട്. കാരണം PG അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് 1.5 വർഷം സ്റ്റേ ബാക്ക്, നമ്മൾ പഠിച്ചതിൽ തന്നെ നമുക്ക് ജോലി നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ നഴ്സിങ്ങിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഹൗസ് ബിൽഡിംഗ് കോഴ്സുകളാണെങ്കിൽ ഇപ്പോൾ അവർ ചെയ്യുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലായിരിക്കും അവരുടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ പഠിക്കുക, അതിന് കൂടെ എനിക്ക് തോന്നുന്നത് എൻ്റെ കസിനാണെങ്കിൽ 2 മാസം ക്ലാസ്, പിന്നെ ഡ്യൂട്ടി അവർ നിശ്ചയിക്കുന്ന പോലെ. അപ്പോൾ ക്ലാസ്സിൻ്റെ സമയത്തും ഡ്യൂട്ടിയുടെ സമയത്തും അവർക്ക് പേയ്മെൻ്റ് ഉണ്ട്. ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് മാത്രമല്ല അവർക്ക് സാലറി കിട്ടുന്നത്. ഇപ്പം അത് കഴിഞ്ഞിട്ട് അവരുടെ ഫ്യൂച്ചർ, അവർ ഫുള്ള് പഠിച്ചു പാസ്സായി, അത് കഴിഞ്ഞിട്ട് അവർക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യാം. അവർക്ക് ഈ വിസയിൽ നിന്ന് അവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ. ഈ കോഴ്സ് ഏത് കോഴ്സ് ചെയ്താലും ഹൗസ് ബിൽഡിംഗ് ചെയ്താൽ ഉറപ്പായിട്ടും. ഹൗസ് ബിൽഡിംഗ്, അപ്പോൾ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഹൗസ് ബിൽഡിംഗ് ഓർമ്മ വേണം. ഹൗസ് ബിൽഡിംഗ്, ഹൗസ് അല്ല, ഹൗസ് ബിൽഡിംഗ്. ഓക്കെ, ഹൗസ് ബിൽഡിംഗ് ആ കോഴ്സ് ചെയ്താൽ ഉറപ്പായിട്ടും നിലവിലെ സാഹചര്യത്തിൽ. ബാക്കി കോഴ്സിലാണ് നടക്കില്ല. ഒക്കെ ഇപ്പം ഇങ്ങനെ നമുക്കൊരു കോഴ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഡയറക്റ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാനന്ന് ആദ്യമേ ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പിന്നെ അതിനകത്ത് കുറേ പേര് ഇങ്ങനെ റിസ്ക് പറഞ്ഞു, ചിലപ്പോൾ ഡിലേ ആവാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ ഏജൻസീനെ, അവർക്കാവുമ്പോൾ കുറച്ചുകൂടെ ഇത് എക്സ്പീരിയൻസ്ഡ് ആണല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പം യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ അവരുടെ, എനിക്ക് തോന്നുന്നു ഇപ്പം PG ഡിഗ്രി ഒക്കെ ആണെങ്കിൽ DAAD എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ നോക്കിയിട്ട് ഞാൻ പറയേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നിമിഷയുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്താൽ മതി. നിമിഷ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും മുതൽ അപ്പോൾ അതൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പം പിന്നെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ കേസാണെങ്കിൽ എനിക്കറിയാം, ഇപ്പം എൻ്റെ അനിയത്തിയൊക്കെ ഏജൻസി വഴി തന്നെ വന്നേ. പക്ഷേ കസിൻ സിസ്റ്റർ, ഞാൻ പറഞ്ഞ കസിൻ സിസ്റ്റർ ഏജൻസി വഴി തന്നെ വന്നേ. എനിക്കറിയാവുന്നൊരു ഫ്രണ്ട്, പുള്ളിക്കാരി ഇങ്ങനെ ലാംഗ്വേജ് പഠിച്ച് ഇങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു. എനിക്ക് തോന്നുന്നു എന്തോ ഇഷ്യൂ ആയി. പുള്ളിക്കാരി ഇപ്പം നാട്ടിൽ തന്നെയാണ്, എന്തോ വന്നു. കൂടുതൽ എനിക്ക് അറിയാവുന്നത് കൂടുതൽ പേര് ഇങ്ങനെ ഏജൻസി വഴി തന്നെയാണ്, കാരണം അവർക്കാവുമ്പോൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആണല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ നമുക്ക് തന്നെ ചെയ്യാനോ. അപ്പോൾ നമുക്ക് ഏജൻസി വഴി പോവുകയാണെങ്കിൽ ഏജൻസിക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഏജൻസിക്ക് പേയ്മെന്റ് ഉണ്ട്. സാധാരണ രീതിയിൽ എത്ര ഫീസൊക്കെ വരുന്നത് ഏജൻസിക്ക്? സാധാരണ രീതിയിൽ ആവറേജ് എനിക്ക് തോന്നുന്നു പല ഏജൻസി പല ഫീസായിരിക്കാം. എങ്കിലും എൻ്റെ കേസിൽ വന്നത് ഇപ്പം PG ഡിഗ്രി അതൊക്കെ ആണെങ്കിൽ ഒരു 2 lakh to 2,50,000 ഒക്കെ ആണ് ഇപ്പം ഏജൻസിയുടെ ഫീസ്. ഏജൻസി അതല്ലാതെ കൂടാം. ഞാൻ 3 വരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ നമുക്ക് വേറെ ടിക്കറ്റ് ചാർജ് മാത്രമേ ഉള്ളൂ, പിന്നെ മറ്റേ എക്സ്പെൻസിനുള്ള പൈസ. അതല്ല ഫീസിനകത്ത് വേറെ പൈസ ഫീസില്ല. പക്ഷെ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പം നമ്മളിപ്പോൾ PG ഡിഗ്രി ചെയ്താൽ നമ്മളിപ്പോൾ നമുക്ക് സെമസ്റ്റർ വൈസ് ആണല്ലോ. എനിക്കിപ്പോൾ 4 സെമസ്റ്ററാണ്. അപ്പോൾ ഓരോ സെമസ്റ്ററിലും നമ്മൾ എൻറോൾ ചെയ്യുമ്പോൾ ഒരു കുറച്ച് യൂറോ നമുക്ക് ട്യൂഷൻ ഫീ ആയിട്ട് കൊടുക്കണം. എനിക്ക് യൂറോ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് ഒരു 140. എനിക്ക് ഈ അടുത്ത സമ്മറിലേക്ക് 140 യൂറോയാണ് വരുന്നത്. അപ്പം അവിടെ നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് ഉണ്ടല്ലോ, ചില യൂണിവേഴ്സിറ്റീസ് ട്രാവൽ എക്സ്പെൻസ് അലൗ ചെയ്യും. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എല്ലാ മാസവും 58 യൂറോ കൊടുത്തിട്ടാണ് ജർമ്മൻ ടിക്കറ്റ് വാങ്ങിക്കുന്നത്. എന്ന് വെച്ചാൽ ജർമ്മനിയിൽ ഫുള്ള് നമുക്ക് ആ ഒരു 58 യൂറോ വെച്ചിട്ട് ട്രാവൽ ചെയ്യാം.
എൻ്റെ പൊന്നോ ഇപ്പം അതിന് ലാഭമാണല്ലോ. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരിടത്ത് പോകുമ്പോഴത്തേനും ടിക്കറ്റ് എടുത്ത് അങ്ങനെ കളയുന്നതിലും നമുക്ക് ലാഭമാണ്. ഈ ജർമ്മനി ഫുള്ള് യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെ? ബൈ ട്രെയിൻ, ബൈ ബസ്, പബ്ലിക് ട്രാൻസ്പോർട്ട് ഏത് വേണേലും യൂസ് ചെയ്യാം. ഫ്ലൈറ്റ് ഉണ്ടോ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ? ഫ്ലൈറ്റ് ഇല്ല. ഓക്കെ, ട്രെയിനും ബസ്സും. ട്രെയിൻ എല്ലാ ട്രെയിനും ഇല്ല. IC എന്ന് പറഞ്ഞിട്ട് ലോങ് ഡിസ്റ്റൻസ് അത് പറ്റത്തില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉള്ള ബാക്കിയെല്ലാം ബസ്, ട്രെയിൻ, കണക്ട് ചെയ്ത് റീജിയണൽ ട്രാൻസ്പോർട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു മാസം 58 യൂറോ 49,000 ഈ 2025 58 കൂട്ടി. എല്ലായിടത്തും ഇൻഫ്ലേഷൻ ആണല്ലോ. അപ്പൊ 58 യൂറോ കൊടുത്തതിന് ഫുൾ ജർമ്മനി നമുക്ക് ഒരു മാസം ഫുൾ യാത്ര ചെയ്യാം. ഒരു മാസം ഫുൾ യാത്ര ചെയ്യാം. അടിപൊളിയാണല്ലോ സംഭവം. ആ കേസിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു 58 യൂറോ ഒരു 10 മാസം എടുക്കുമ്പോഴത്തേനും എത്രയായി? 580 യൂറോയായി. പക്ഷേ ഈ ചില യൂണിവേഴ്സിറ്റീസ് ഇത് കുറഞ്ഞ ഇതില് ഇത്ര ചിലപ്പോൾ 6 മാസത്തേക്ക് അവർ ഫണ്ട് ചെയ്യും. അപ്പൊ ആ കേസിൽ ഈ 140 എന്നുള്ളത് ഇപ്പൊ അവർ എന്റെ യൂണിവേഴ്സിറ്റി തരുവാണെങ്കിൽ എനിക്ക് 140 എന്നുള്ളത് ചിലപ്പോൾ 300 സംതിങ് കൊടുക്കേണ്ടി വരുമായിരിക്കും. 300 സംതിങ് യൂറോ ഈ എന്തുവാ ട്യൂഷൻ ഫീ ആയിട്ട്, ഈ എൻറോൾമെന്റ് ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ അവിടെ നമുക്ക് ലാഭം ഉണ്ടല്ലോ. കാരണം നമുക്ക് ടിക്കറ്റിന്റെ 58 യൂറോ നമ്മൾ കൊടുക്കണ്ട. ഒരു കുറച്ചൊരു ലാഭത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും ടിക്കറ്റ്. പക്ഷെ എന്റെ യൂണിവേഴ്സിറ്റി അത് എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ അതാക്കിയിട്ടില്ല. അങ്ങനെ ഉള്ള യൂണിവേഴ്സിറ്റീസ് എനിക്കറിയാം. എന്റെ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി കോഴ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത്? ഒന്ന് ഈ നേരത്തെ പറഞ്ഞ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ആണോ സെലക്ട് ചെയ്യണം, ആയിരിക്കണം കോഴ്സ്. ഇപ്പം എന്റെ പോലെ ആണെങ്കിൽ അങ്ങനെ അല്ലല്ലോ. എന്റെ പോലെ ആണെങ്കിൽ IELTS പഠിച്ചാലും ഇപ്പം ഡിഗ്രിക്കാണേലും ഇംഗ്ലീഷാണ് യൂണിവേഴ്സിറ്റിയിൽ ടീച്ച് ചെയ്യുന്ന ലാംഗ്വേജ് എങ്കിൽ നമുക്ക് IELTS മതി. പക്ഷേ എങ്കിലും അവിടെ ഒന്ന് സർവൈവ് ചെയ്യണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ടാണ്. അപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാതെ ജർമ്മനിക്ക് പോകാൻ ശ്രമിക്കണ്ട. ഇംഗ്ലീഷ് പഠിച്ച് ബേസിക് എങ്കിലും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നാൽ പണി കിട്ടും അല്ലേ? അതല്ല യാഥാർത്ഥ്യം. നാട്ടിൽ നിന്ന് ഏജൻസി പലതും പറയും, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 8ന്റെ പണി നിങ്ങൾക്ക് കിട്ടും. ഏജൻസി എന്തെങ്കിലും കൈമലത്തും. ഓർത്തോണം. ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ്. അത് പോയവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ IELTS മാത്രം ഞാൻ അതുകൊണ്ട് എനിക്ക് ലാംഗ്വേജ് പഠിക്കാൻ തീരെ താല്പര്യമില്ല. എന്നാൽ IELTS വെച്ചിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് തീരുമാനിച്ചത് തന്നെ. A1 A2 അങ്ങനെ പഠിച്ചത് കൊണ്ട് എനിക്ക് പ്രയോജനമായി. ഇച്ചിരിയെങ്കിലും നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ അത്ര എളുപ്പമാണോ? എളുപ്പമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ A1 ഓരോന്നിനും നാട്ടിൽ A1-നാണെങ്കിൽ 45 ദിവസമുണ്ട്. നമ്മൾ മെയിനായിട്ടും ഗ്രാമർ പഠിപ്പിക്കും. A1 ലെവൽ. അതിപ്പോൾ മാറാം, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ച് മാറായിരിക്കാം. 45 ദിവസമാണ് ഞാൻ പഠിച്ചതൊക്കെ. അപ്പം ഗ്രാമർ പഠിപ്പിക്കും. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഇംഗ്ലീഷ് പഠിക്കുന്ന പോലെ തന്നെ ആൽഫബറ്റ് ടു ഗ്രാമർ പോർഷനിലേക്ക് കയറും. എന്നിട്ട് നമുക്ക് എക്സാം B2 വരുന്നത് നമ്മൾ IELTS പോലെ തന്നെ റീഡിങ്, നമ്മൾ അതിന് പറയും ലേസൺ, സ്പ്രഷൻ അങ്ങനെ പറഞ്ഞിട്ട് റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ് സെയിം തന്നെ IELTS തന്നെ, പക്ഷെ ജർമ്മൻ ആയിരിക്കും. അപ്പം നമുക്ക് എക്സാം പ്രിപ്പറേഷൻ ഓരോ ലെവലിലും നമുക്ക് എക്സാം പ്രിപ്പറേഷൻ തരും. ലാസ്റ്റ് B2 എന്ന് പറയുന്നത് കുറച്ചുകൂടെ A1 പഠിക്കുന്നതായിരിക്കില്ല, അതിൻ്റെ ഹയർ വേർഷൻ ആയിരിക്കും A2, A2ൻ്റെ ഹയർ വേർഷൻ ആയിരിക്കും B1, അങ്ങനെ പോകും. പഠിക്കാൻ ഈസി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് A1 A2 പഠിച്ചത് വെച്ചിട്ട് ജർമ്മനി ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് കുഴപ്പമില്ല. നമുക്കെന്താ നമ്മൾ ഒട്ടും അറിയാത്തവരെ പോലെ അല്ല, പക്ഷേ അവിടെ വരുമ്പോഴത്തേനും അവരുടെ സ്ലാങ് വേറാണ്, അവർക്ക് നല്ല സ്പീഡുണ്ട്, അവരുടെ ഫ്ലുവൻസി അതൊക്കെ നമുക്ക് കുറച്ച് മീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ 9 മാസത്തിനുള്ളിൽ എനിക്ക് കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എക്സ്പീരിയൻസ് ആണ് നമ്മളെ കൂടുതൽ പെർഫെക്റ്റ് ആക്കുന്നത്. ജർമ്മനിയിലെ നമ്മൾ യാഥാർത്ഥ്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയതായിട്ട് ഇപ്പോൾ ജർമ്മനിയിലേക്ക് വരാൻ വേണ്ടിയിരിക്കുന്ന ഒരാൾ പഠിക്കാനായിട്ടല്ല, അല്ലാതെ ജോലിക്ക് വേണ്ടി, ഇപ്പോൾ നേഴ്സിംഗ് പറയുന്നില്ല, വേറെ എന്ത് ജോലിക്ക് ആയിക്കോട്ടെ, അങ്ങോട്ട് ജോലിക്ക് വേണ്ടി വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ജോലിക്ക് അവിടെ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ PR കിട്ടാനോ എങ്ങനെയൊക്കെയാണ്, വർക്ക് പെർമിറ്റ് കിട്ടാനുള്ള സാധ്യതകൾ, അതിനെക്കുറിച്ചൊക്കെ നിമിഷം ഒരു 9 മാസം ആയല്ലോ, ഒരനുഭവം വെച്ചിട്ട് എക്സാക്റ്റ് ആയിട്ട് പറയത്തില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമായിരിക്കും. ഇപ്പം വർക്ക് പെർമിറ്റിൻ്റെ കേസിലാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരാൾ ജർമ്മനിയിൽ വന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആൾക്ക് നാട്ടിൽ നിന്ന് ജോലി കിട്ടി അങ്ങോട്ട് വരാൻ സാധിക്കുമോ? ഓക്കെ, അത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ
ലാംഗ്വേജ് മസ്റ്റാണ്. മസ്റ്റാണ്. ലാംഗ്വേജ് B2. കാരണം ഇവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ജർമ്മൻ കമ്പനീസിലുള്ള കലീഗ്സ് ഫുള്ള് ജർമ്മൻസ്. നമ്മുടെ ഇപ്പം ജർമ്മൻസ് അല്ലേ പോലും ഇപ്പം ജർമ്മനിയിൽ ഇപ്പോൾ പോളണ്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ നല്ല ഫ്ലുവൻ്റ് ആയിരിക്കും ജർമ്മൻ. അപ്പം അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ലാംഗ്വേജ് വേണമല്ലോ. അപ്പം അവർ മസ്റ്റായിട്ടും ചോദിക്കുന്ന ജർമ്മൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് കറക്റ്റ് ജോലി കിട്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടാം കിട്ടാതിരിക്കാം. അതൊരു എന്താ 50-50 ചാൻസ് ആണ്. അങ്ങനെയൊക്കെയാണ് കൂടുതലും. പക്ഷേ ഈ വർക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ പൊതുവേ? വർക്ക് പെർമിറ്റ് കൂടുതൽ അവിടെ ഡിമാൻഡ് ഉള്ള എനിക്ക് തോന്നുന്നത് സ്കിൽഡ് വർക്കേഴ്സിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ട്. പ്ലംബർ, അങ്ങനെയുള്ള ഇലക്ട്രീഷ്യൻ, അങ്ങനെയാണെന്ന് തോന്നുന്നു. സ്കിൽഡ് വർക്കേഴ്സിന് എനിക്ക് തോന്നുന്നു ഞാൻ വരുന്ന സമയത്തൊക്കെ നല്ല അതിന് കുറച്ച് ഡിമാൻഡ് ഉള്ളതായിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്തും പറഞ്ഞ് നാട്ടിൽ വല്ല ഏജൻസി കൊണ്ട് പൈസ കളയരുത്, അന്വേഷിച്ച് വേണം, അത് ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് ഇപ്പം ജർമ്മനിയിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞത്. കേട്ടിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 വർഷത്തേക്ക് വിസ തരും. നമ്മൾ ഇതുപോലെ തന്നെ എക്സ്പെൻസ് കാണിക്കണം. എനിക്ക് തോന്നുന്നത് എക്സ്പെൻസ് കാണിക്കണം. കാരണം നമ്മളിവിടെ നാട്ടിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നതല്ല അത്. ശരിക്കും ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ വരുന്നതല്ല. നാട്ടിൽ നമ്മളിപ്പം ജർമ്മനിയിൽ 1 വർഷത്തേക്ക് വരുവാണ്, വിസ എടുത്ത് ഓപ്പർച്യൂണിറ്റി കാർഡിൽ വരുവാണ്. അങ്ങനെ വരുമ്പോൾ ഈ 1 വർഷം നമുക്ക് ജർമ്മനിയിൽ നിന്നിട്ട് നമ്മൾ പഠിച്ചത് വെച്ചിട്ടോ അങ്ങനെ നമുക്ക് ജോലി കണ്ടെത്താൻ പറ്റും. ഇപ്പം അത് ഏജ് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറേ പേര് അങ്ങനെ വന്നിട്ടുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഞാൻ ചെല്ലുമ്പോഴാണ് ആളെ മീറ്റ് ചെയ്യത്തുള്ളൂ. ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ട്, പുള്ളിക്കാരൻ ഓപ്പർച്യൂണിറ്റി കാർഡിൽ വന്നതാ. എക്സ്പെൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ 10 ലക്ഷം സംതിങ് ഇത്ര യൂറോ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ലിവിങ് എക്സ്പെൻസ് കാണിക്കണം. കാരണം നമ്മൾ വരുന്നത് ഒന്നുമില്ലാതെയല്ലേ. അപ്പം നമുക്ക് നമ്മൾ കണ്ടുപിടിക്കും. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൽ വന്നവർക്കും 1 വർഷത്തേക്ക് ഇവിടെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. പാർട്ട് ടൈം മാത്രമേ ചെയ്യാൻ പറ്റൂ അങ്ങനെ വന്നാലും? പഠിക്കാനായിട്ട് വരുന്നതല്ല, പാർട്ട് ടൈം ചെയ്യാം. അതിനൊപ്പം അവർക്ക് പറ്റുന്ന ജോലി കണ്ടുപിടിക്കുകയും ചെയ്യാം. അല്ല, ഞാൻ ചോദിച്ചപ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റി കാർഡ് ആ സംഭവത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് പാർട്ട് ടൈം ആയിട്ട് 20 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനെന്തോ ലിമിറ്റ് ഉണ്ട്. ഫുള്ള് നമുക്കങ്ങനെ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യത്തില്ല. എനിക്ക് തോന്നുന്നു 20 അവേഴ്സ് തന്നെയാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ള സമയം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം എനിക്ക് തോന്നുന്നത് നാട്ടിലുള്ള എല്ലാവരും ജർമ്മനിയിൽ വരാൻ വേണ്ടിയിട്ട് ഇപ്പം സ്റ്റുഡൻറ്റ് വിസയൊക്കെ എടുത്ത് വരുന്നവരുണ്ടല്ലോ. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് വിസയല്ല. അവർ വരിക, അവർക്ക് എന്തെങ്കിലും ഇപ്പം അവിടെ നിന്നുകൊണ്ട് ജോബിന് അപ്ലൈ ചെയ്യാം, പല ജോബിനും. അത് നമുക്ക് ഹൈ പ്രൊഫഷണൽ ജോബ് ആയിരിക്കണമെന്നില്ലല്ലോ, എന്ത് ജോലിയും വേണേൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നമുക്ക് ലാംഗ്വേജ് വേണം. പിന്നെ ഉള്ളത് നമുക്ക് പാർട്ട് ടൈം ചെയ്യാം. നമുക്ക് പിന്നെ എക്സ്പെൻസ് കാണിക്കണം. അപ്പോഴും ഈ പാർട്ട് ടൈം മാത്രമേ ജോലി, അത് 20 മണിക്കൂർ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ നമുക്ക് ഏതെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് പെർമിറ്റ് മാറിയ ശേഷം ഫുൾ ടൈം ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം സ്റ്റുഡൻ്റ് ആയി. കാരണം അവൻ വന്നത് അവൻ ലാറ്റ്വിയന്ന് MBA എന്തോ കഴിഞ്ഞാണ്. എന്നിട്ട് പുള്ളിക്കാരൻ നാട്ടിൽ പോയി. പിന്നെ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൽ ജർമ്മനി വന്നു. എന്നിട്ട് ഇപ്പം എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് സ്റ്റുഡൻ്റ് ആയിട്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പലതും കൺവേർട്ട് ചെയ്യാം, സ്റ്റുഡൻറ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. ഇപ്പൊ എല്ലാരും ചെയ്യുന്ന പോലെ എന്നാ പിന്നെ അവൻ പോയി, നമ്മുടെ അടുത്തുള്ള ആള് പോയി, എന്നാ പിന്നെ നമുക്കും കൂടെ പോയേക്കാം, അങ്ങനെ ആവരുത്. ഒരു സ്വന്തം അനുഭവത്തിൽ എന്റെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ അങ്ങനെ നമുക്കൊരു ഒരു കോംപ്ലക്സ് അങ്ങനെ ഒരു ഫീലും ഉണ്ടാവാം ഇതിനകത്ത്. നമ്മുടെ അടുത്തുള്ള ആൾ പോയി. ഇപ്പം ഒരു ഇതുണ്ട്, നമ്മളിപ്പം നമ്മുടെ ഒരു ചിന്തയുണ്ട്, നമ്മുടെ നാട്ടിൽ ഇത്ര പൈസ സാലറി കിട്ടുന്നതിലും ഇവിടെ നമുക്ക് പാർട്ട് ടൈം ചെയ്താൽ നമുക്ക് അതിലും കൂടുതൽ കിട്ടും. അത് സത്യമാണ്. പക്ഷെ നമുക്ക് അതിനനുസരിച്ച് ചിലവുമുണ്ട്. നമുക്ക് അങ്ങനെ സേവ് ചെയ്യാനായിട്ട് ഇപ്പം ലോൺ എടുത്ത് വരുന്നവരാണേലും അവർക്ക് ലോണും അടയ്ക്കണം, എക്സ്പെൻസ് മീറ്റ് ചെയ്യണം, അങ്ങനെ പലതുണ്ട്. ഇൻഷുറൻസ് അടയ്ക്കണം, അങ്ങനത്തെ പല എക്സ്പെൻസുകളുണ്ട്. നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് ചിലവുമുണ്ട്. എൻ്റെ തന്നെ എക്സ്പീരിയൻസ് ആണ്. ഞാനിങ്ങനെ എല്ലാവരും പോകുന്ന കണ്ടിട്ട് ഇതുപോലെ പോകുന്ന കണ്ട് ചാടി പോകത്തല്ലേ ജർമ്മനിയിലേക്ക് ഇപ്പൊ പണി മേടിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് അതുപോലെ മറ്റുള്ളവർ പോകുന്നതാണ് ചാടരുത്. അതായത് പറഞ്ഞു തന്നെ ചുരുക്കം. ശരിക്കും എന്നോട് ചോദിക്കും ഇപ്പം അപ്പം നമ്മളോട് ചോദിക്കുമായിരിക്കാം, പിന്നെ എന്തിനു നിങ്ങൾ അവിടെ നിൽക്കുന്നു. പക്ഷെ നമ്മളിങ്ങനെ വന്ന സ്ഥിതിക്ക് നമുക്കിപ്പം പെട്ടു നമുക്കിപ്പോൾ ഇതിനകത്ത് നിന്ന്
എങ്ങനെയെങ്കിലും ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് നോക്കാമല്ലോ. അപ്പം നന്നായിട്ട് ചിന്തിച്ച് നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ മാത്രം വരുന്ന ഇതിലാണ് ഞാൻ കൂടുതൽ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ. കാരണം നമുക്ക് അല്ലാതെ എങ്ങനെയെങ്കിലും ജർമ്മനിയിൽ എത്താൻ വേണ്ടി ചാടിക്കഴിഞ്ഞാൽ പ്രയോജനമില്ല. പ്രയോജനമില്ല. നമുക്ക് അത്രയും ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഇപ്പം ഞാൻ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബാക്കി പാരലായിട്ട് ചെയ്യാമെന്ന് ഓർത്തിരിക്കുന്നു. മേ ബി നാട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ ഇവിടെ ഏൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ പിന്നെ ഇവിടെ അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ജർമ്മനിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിമിഷയുടെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ്. നിമിഷയുടെ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നും നിമിഷ പറയുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനോട് വിയോജിപ്പുണ്ടാകാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കുക, കമൻറ്റായി അറിയിക്കുക. അപ്പോൾ അങ്ങനെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ജർമ്മനിയിലെ പുതിയ കാര്യങ്ങൾ നിമിഷയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാ അക്കൗണ്ട് ഉള്ളവർ നിമിഷയെ ഫോളോ ചെയ്താൽ മതി. അതിൽ ഇൻസ്റ്റാ വഴി നിമിഷ ഇനി ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.